അതേപോലെ ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയുള്ള എന്നൊരു കാര്യത്തേക്ക് ഞങ്ങിപ്പോൾ ചൊന്ന ഇൽമ ഞങ്ങൾ ജീവിതത്തിൽ നല്ല ആവശ്യത്തേക്ക് ഫുഡും തണ്ണീരെ കാണ്ടി യാറും ആവശ്യം ഞങ്ങൾക്ക് ഇൽമ പഠിക്കരുത് എത്തിക്കറ്. അപ്പോൾ ആ ഇൽമ പഠിക്കരുത് അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് എന്താക്കിരാ ചൊമ്മ ഈസാക്കി തന്നിരാം. മുന്നത്തെ കാലഘട്ടം എടുത്ത് നോക്കാനായിട്ടായെങ്കിൽ ചൊമ്മ ഈസിയാക്കി തന്നിട്ട് എന്താ ഈ കാലഘട്ടത്തിൽ ഇൽമ പഠിക്കുന്ന അവസ്ഥ. ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ഹദീസ് ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായെങ്കിൽ, ഒരു ഹദീസിൻ്റെ ഷർഹ് ഞങ്ങൾക്ക് നോക്കുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഒരു ആയത്തിൻ്റെ വിശദീകരണം ഞങ്ങൾക്ക് നോക്കുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് ഫിഖിയപരമായത് അല്ലെങ്കിൽ ഇബാദത്തില അതല്ലെങ്കിൽ എന്തുമാവട്ടെ കുടുംബ ജീവിതത്തില എന്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തോ ഒരു ഞങ്ങളുടെ കയ്യിലുള്ളതായ ഒരു ഫോണിലും അത് വെച്ചിട്ട് ഞങ്ങൾക്ക് എന്തോ ഒരു അതിലറിയോഗോ അത് കേൾക്കരുത് ആൾമാരോട്ടെ കേട്ടിട്ട്, അതല്ലെങ്കിൽ സലഫി ഉലമാക്കന്മാരെ ക്ലാസ് ഒരുപാട് ക്ലാസ്സിന് എന്തിനുണ്ട് യൂട്യൂബിൽ ഞങ്ങൾക്ക് ഉണ്ട് കിട്ടർ. അതേപോലെ തുലാബുൽ ഇൽമ ഞങ്ങൾക്ക് പിടിയുണ്ട്. ഓരോ ഹദീസിൽ ഞങ്ങൾക്ക് ഷറൂബേനുണ്ട് എന്തൊരു സലഫി മണിതമാരെ കിതാബ് ഞങ്ങൾക്ക് മൊബൈലിൽ ഞങ്ങൾക്ക് കിട്ടർ, ഗൂഗിളിൽ ഞങ്ങൾ അടിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടർ. അത് ബെനേതായ സലഫി സൈറ്റെല്ലാം ഗൂഗിളിലുണ്ട്. അയെങ്ക ഉന്നോലത്ത് ഞങ്ങളെ മുൻഗാമിമാർ അങ്ങ് ഓരോ ഹദീസ് പഠിക്കാനുണ്ടായെങ്കിൽ പല ത്യാഗം സഹിച്ച് ചെയ്തിരിക്കുക അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു പ്രശ്നം പറയുമ്പോഴത്തേക്ക് അതല്ലെങ്കിൽ എന്തോ ഒരു കാര്യം അങ്ങ് പഠിക്കാനുണ്ടെങ്കിൽ ഒരായത്തിൽ വിശദീകരണം പഠിക്കാനുണ്ടെങ്കിൽ പല ത്യാഗം അങ്ങ് സഹിച്ച് ചെയ്തിരിക്കുക അങ്ങനെ നേടിയോണ്ടിരുന്നത്. ഞങ്ങൾക്ക് എല്ലാവരും കൊന്തിന്ന ഒരു സംഭവം എത്തിക്കുക അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു സംഭവം. അതിൽ ഒരു ഹദീസ് പഠിക്കുകയിത്ത് മദീനത്തിൽ നിന്ന് മിസ്രിക്ക് യാത്ര പോകുന്നുണ്ട്. ഒരു ഹദീസ് പഠിക്കുകയിത്ത് അണ്ടത്തെ കാലത്തിൽ മദീനത്തിൽ നിന്ന് മിസ്രിക്ക് പോകുന്നുണ്ടായെങ്കിൽ ഒരു തിങ്കൾ തോൾ ടൈം എടുക്കരുത്. അല്ലെ പോകും ഒരു തിങ്ങളുണ്ടായെങ്കിൽ വാപ്പസ് തിരിച്ച് പറകും ഒരു തിങ്കൾ ടൈം എടുക്കരുത്. അപ്പോൾ അതിൽ ഒരു ഹദീസ് പഠിക്കുകയിത്തല്ല എന്താക്കരുത് 2 തിങ്കൾ അപ്പുറം ഇങ്ങനെ യാത്ര ആക്കരുത്. അല്ല ഉണ്ട് ഞങ്ങൾക്ക് ഒരു ഹദീസ് ഒരു ഷറഹ് ഞങ്ങൾക്ക് വിശദീകരണം ഞങ്ങൾക്ക് പിടിയാവുന്നുണ്ടായെങ്കിൽ 2 മിനിറ്റ് പോലും വേണ്ട. അത്ര അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കിരാ ഈസിയാക്കി തന്നരാ. അല്ലെ തുലാബുൽ ഇൽമ ഞങ്ങൾക്ക് അത് ഗൊന്തുണ്ട് എല്ലാം ഞങ്ങൾക്ക് എന്താ ഒരു അങ്ങനെ ഈ ഫോണിൽ കിട്ടരും. അതേപോലെ സാധാരണ ആൾമാർ ഞങ്ങൾക്ക് ഒരു ഉസ്താദരങ്ങ അങ്ങനെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായെങ്കിൽ അങ്ങനെ ഉസ്താദരങ്ങളെ കാണണമെന്നുണ്ടായെങ്കിൽ അതിൻ്റെ വിഷയത്തിൽ അറിയണമെന്നുണ്ടായെങ്കിൽ എന്താ ഒരു ഗാഡിയുടെ വ്യവസ്ഥ ഉണ്ട് പോകുന്നുണ്ടായെങ്കിൽ സ്വന്തം ഗാഡിയിൽ നിന്ന് ഉള്ളവർ അതല്ലെങ്കിൽ ബസ്സും ട്രെയിനും ഇങ്ങനെ പല വ്യവസ്ഥ ഉണ്ട് ഞങ്ങൾക്ക് ആ ഇൽമ ഞങ്ങൾക്ക് കരസ്ഥാക്കുക നേടുക. അപ്പോൾ ഈ അള്ളാഹു ഈസിയാക്കി തന്നെതിരെ ഈ അനുഗ്രഹത്തെ വിഷയത്തിൽ ഉറപ്പായിട്ടും അള്ളാഹു എന്താക്കുക ഞങ്ങളൊട്ടിക്ക് നല്ല പരലോകത്തിൽ കേൾക്കുക ഞങ്ങൾ ചോദിക്കപ്പെടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ പൈച്ചി തൗത്തുൽ തെക്കുക ആവാണ്ട് ഔത്ര പുറത്ത് വേണ്ട തെളിങ്ങനെ മുന്നിൽ പോകുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേട്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അവസ്ഥ അതേത്തിക്കർ പൈച്ചി തൗത്തുൽ തെക്കുക ആവാണ്ട് എന്തെങ്കിലും കിട്ടർ സ്വന്തം പുറത്ത് വേണ്ട. അതുപോലെ തെല്ല എൽദൂർ പോകുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കേട്ടു. അതിലെ അവസ്ഥ അതേത്തിക്കർ പട്ടിണി കാരണം ഔത്തുൽ തെക്കുക ആവാണ്ട് അതിൽ പുറത്ത് വേണ്ട. അങ്ങനെ ഇങ്ങനെ 3-4 എതിർ പോകുമ്പോഴത്തേക്ക് ഒരു സ്വഹാബി കെട്ടർ അതിൽ എനിക്കുള്ളതായ ഫുഡ് കൊടുക്കും. അപ്പോൾ അത് തിണ്ടപ്പ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ചൊല്ലു ഉറപ്പായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കുക ഈ ഒരു നിഅമത്തിന്റെ വിഷയത്തിലും ഞങ്ങളിട്ടേക്ക് എന്താക്കുക കേൾക്കുക നോക്കറല്ല അത്ര പൈച്ച് പട്ടിണി തേച്ചിട്ട് ആ ഒരു ടൈമിൽ ഞങ്ങൾക്ക് ബയർന്ന് ഉറക്കിയോ ഒരു ചെറിയ ഇത്തപോലെ എന്തൊരു കിട്ടിത്ത ആദ്യ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കണ്ടായെങ്കിൽ ഉണ്ട് ഞങ്ങളെ ഈ സാഹചര്യത്തിൽ ഇൽമു പഠിക്കുകയും ഞങ്ങൾ ഈ ജീവിതത്തിൽ എത്ര ഈസിയാക്കി തന്നൊരു അള്ളാഹു ഉറപ്പായിട്ടും എന്താക്കുക അള്ളാഹു അതിൻ്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് കേൾക്കുക അതിലൂടെ ഉത്തരണം എന്താക്കണം ഞങ്ങൾ ജീവിതം കൊണ്ട് ഞങ്ങൾ തയ്യാറാക്കി വെക്കണം റെഡിയാക്കി വെക്കണം. അല്ല ഇങ്ങനെ ദീന് പഠിക്കുകയും സലഫ്രങ്ങൾ ജീവിതം ഞങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ത്യാഗത്തെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് എന്തോ ഒരു ചെങ്ക വരും. ഞങ്ങൾക്ക് ഇത്ര അവസരം കിട്ടിയത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അസഹ്യ വരും. ഇത്ര അവസരം കിട്ടിയത് ഇത് ഞാൻ എന്താക്കിക്കൊണ്ടില്ല ആ ഇൽമ ഞങ്ങൾ കരസ്ഥാക്കിക്കൊണ്ടില്ല. അതെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അയാൾ ഔത്തിൽ പട്ടിണി എത്തിക്കറും. അതേപോലെ അയാൾക്ക് ഇൽമ പഠിക്കണം അത് കയ്യിലെന്താക്കറ് അതിൽ അൽവാസിർ അയാളും അവസ്ഥ അതേ എത്തിക്കറ്. ഒരു നാൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലിൻ്റെ സദസ്സക്ക് പോകേണ്ട ഇൽമ പഠിക്കും. അയാൾ അൽവാസിർ അയാൾ എന്താക്കറ് പണിക്ക് എടുത്തറ്. അതിൽ പോയിട്ട് പണിക്ക് വന്ന് അസർ വന്നതിൽ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു റസൂലിൻ്റെ പഠിച്ചതായ ഇൽമ അയാൾക്ക് പടിവാട്ടി കൊടുക്കും. പിറ്റാണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പണിക്ക് പോകുന്നുണ്ട്. അയാൾ റസൂലിൻ്റെ സദസ്സിൽ നിൽക്കറ്. ഇങ്ങനെ അങ്ങ് മാറി മാറി എന്താക്കിയെന്നാറ് ഇൽമ പഠിച്ചു ഇങ്ങനെ ത്യാഗം അങ്ങ് സഹിച്ചു എന്നാറ്. ആയെങ്ക ഞങ്ങൾക്കുണ്ട് അങ്ങനെ ആക്കുറ വേണ്ട അല്ലേ ഞങ്ങളെ പണിയുടെ ദശിച്ച് എന്താക്കുക ഒരു സ്വഹീയത്തുലെ ശരീഅത്തുലെ ഇൽമ ഞങ്ങൾക്ക് പഠിക്കുക വരും. അതിൻ്റെതായ ക്ലാസ് ഞങ്ങൾക്കുണ്ട് യൂട്യൂബിൽ കിട്ടും. സലഫ് പണ്ഡിതന്മാരെ ധാരാളം ക്ലാസ് ഞങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. അതല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം കൊണ്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൊന്തുള്ളതായ ഉലമാക്കന്മാരെ ഞങ്ങൾക്ക് എന്താക്കുക ഒരു സലഫി ഉലമാക്കന്മാരെ ബന്ധപ്പെട്ടിട്ട് ഫോണിലൂടെ ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്ക് എന്താക്കുക ഒരു അതുപോലെതായ പരിഹാരം ഞങ്ങൾക്ക് കണ്ടെത്തുക വരും. അപ്പോൾ ഈ ഈസിയാക്കി തന്നതിരെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താക്കുക ഉറപ്പായിട്ടും ഞങ്ങളൊട്ട് കേൾക്കുക. അപ്പോൾ അതുപോലെതായ ഉത്തരം ഞങ്ങൾ എന്താക്കണം ഞങ്ങൾ ഈ ജീവിതം കൊണ്ട് ഞങ്ങൾ കണ്ടുപിടിച്ച് വെക്കണം തയ്യാറാക്കി വെക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ യഥാർത്ഥ ദീനരെ പഠിക്കുകയും മനസ്സിലാക്കുകയും നല്ല ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും സ്റ്റെപ്പായിട്ട് അതിൽ സലഫറങ്ങ് എങ്ങനെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിരാറ് അതുപോലെ ഞങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അതേപോലെ എന്നൊരു കാര്യം ചൊല്ലുന്നത് എനിക്ക് എല്ലാവർക്കും പിടിയുന്നത് പോലെ എൻ്റെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടിയത് ദാറുൽ ഇഫ്താർ ഇനോഗ്രേഷൻ എത്തിക്കുക അതിൽ ഉദ്ഘാടനം എത്തിക്കുക.
അപ്പോൾ അതിൻ്റെ മെയിൻ ലക്ഷ്യം ഇവിടെ ഉസ്താദുമാർ ചെന്നാർ ഈ സാധാരണക്കാരായിട്ടുള്ളതായ ആൾമാർ അങ്ങനെ ജീവിതത്തിൽ അങ്ങനെ ഡെയിലി ലൈഫിൽ പണ്ടതായ പ്രശ്നത്തിൽ അങ്ങനെ കച്ചവടത്തിലാവട്ടെ അങ്ങനെ കുടുംബജീവിതത്തിലാവട്ടെ എന്തിടത്തിലാവട്ടെ എന്ത് പ്രശ്നമുണ്ട് ഇപ്പോൾ അല്ലാണ്ടും ഇനി നോമ്പ് പിറകു പോകണ്ടേ റമദാൻ തിന്നങ്ങൾ പിറകു പോകണ്ടേ അപ്പോൾ നോമ്പ് വിഷയത്തിൽ പല സംശയം കേൾക്കും അതേപോലെ തറാവീർ വിഷയത്തിൽ പല സംശയം കേൾക്കും അതേപോലെ ഹജ്ജിക്ക് പോകേണ്ടതായ ആൾമാർ അങ്ക് അതിലും അതേപോലെ ഉംറത്തുക അതിലും അങ്ക് എന്തിക്കും പല സംശയിക്കും ഇങ്ങനെ അങ്ങനെ സംശയ നിവാരണ ആക്കുകയുള്ളതായ ഒരു സംരംഭത്തിക്കുണ്ട് ഈ ജാമിയത്തുൽ ഫുർഖാൻ അൽ ഇസ്ലാമിയ ഇവിടെ ആ സംരംഭത്തിൽ തുടങ്ങുക പോകേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നല്ലപോലെ ഉപയോഗപ്പെടുത്തുകയും നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നതായ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.